ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നത് എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, അതിൻ്റെ റോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പോണൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. അതിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് വരുന്നത്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് മുൻപത്തെ വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ ഒരു കുറച്ച് വൈഡായിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് 2 വീഡിയോസ് ആയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഫിനാൻഷ്യൽ മാർക്കറ്റിനെ 9 ടൈപ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. The first one is capital market, second is money market, next is derivatives market, forex market, spot market, interbank market, equity market, credit market and commodity market. ഇങ്ങനെ 9 ആയിട്ടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്കറ്റ്സ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. അതിനെപ്പറ്റി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് 2 മൊഡ്യൂൾസ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ജസ്റ്റ് ബ്രീഫായിട്ട് എന്തൊക്കെയാണ് ഈ 9 ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിക് ഒരു ഐഡിയ മാത്രം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യത്തേതായിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ക്യാപിറ്റൽ മാർക്കറ്റ് ഇറ്റ് മീൻസ് ഇറ്റ്സ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഇക്വിറ്റി ഓർ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. Okay, capital market is the place where equity or debt instruments are traded. Okay, ഇനി അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോവാം. Capital market channelizes the savings and investments between the suppliers of capital and users of capital. അതായത് ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ ബോറോവേഴ്സും, അതായത് ക്യാപിറ്റൽ സപ്ലൈ ചെയ്യുന്നവരും അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാരും തമ്മിലുള്ള സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീനെ ചാനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സപ്ലയേഴ്സ് എന്ന് പറയുന്നത് ആരാവാം? റീറ്റെയിലേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആവാം. ആൻഡ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണോ ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മണി ഉപയോഗിക്കുന്ന ആൾക്കാർ, അവരെന്ന് പറയുന്നത് ആരൊക്കെയാണ്? ബിസിനസ്, ഗവൺമെൻറ്, ഇൻഡിവിജ്വൽസ്, ഇവരൊക്കെയാണ് ഈ യൂസേഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സപ്ലയേഴ്സിൻ്റെ ഇടയിലും അതേപോലെ യൂസേഴ്സിൻ്റെ ഇടയിലും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചാനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. Next important explanation is that these markets are used to raise finance for long-term finance. അതായത് ബിസിനസ്സിനാവട്ടെ, ഇൻഡിവിജ്വൽസിനാവട്ടെ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനാവട്ടെ, മറ്റേതെങ്കിലും ഓർഗനൈസേഷനാവട്ടെ, പല രീതിയിൽ പല ആവശ്യങ്ങൾക്കായിട്ട് ഫണ്ട് റേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഷോർട്ട് ടേം പർപ്പസ് ഉണ്ടാവും, ലോങ് ടേം പർപ്പസ് ഉണ്ടാവും, മീഡിയം ടേം പർപ്പസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി ക്യാപിറ്റൽ മാർക്കറ്റിനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ പേരിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ എക്സ്പ്ലനേഷൻസ് നമുക്കറിയാം, എങ്കിലും നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പ്രൈമറി മാർക്കറ്റ്, എന്താണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി മാർക്കറ്റ്. ദ ന്യൂലി ഫോംഡ് സെക്യൂരിറ്റീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ് ഇൻ പ്രൈമറി മാർക്കറ്റ്. പുതുതായിട്ട് ഫോം ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ്, ഏതെങ്കിലും ഒരു കമ്പനീന് പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസോ അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റീസോ ആദ്യമായിട്ട് വിൽക്കപ്പെടുകയും വാങ്ങപ്പെടുകയും ചെയ്യുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രൈമറി മാർക്കറ്റിൽ നമുക്ക് പുതുതായിട്ട് ഇഷ്യൂ ചെയ്ത ഷെയർസിനെ മാത്രമാണ് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എന്താണ്? ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർസിൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ ട്രേഡിംഗ് ആണ് എവിടെ നടക്കുന്നത്? സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ട്രാൻസാക്ഷൻസ് ആർ എക്സിസ്റ്റ് ബിറ്റ്വീൻ ഇഷ്യൂവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ ഉള്ള ഇഷ്യൂവേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? കമ്പനീസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷൻസ് ആവാം. അവരും ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
ആൻഡ് ഇറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ന്യൂ ലോങ് ടേം ഇക്വിറ്റി ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞു ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്നു. അതിലൊരു ഭാഗമാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുതുതായിട്ട് ഇഷ്യൂ ചെയ്ത ലോങ് ടേം ഇക്വിറ്റി ക്യാപിറ്റൽ റേസ് ചെയ്യാൻ തക്ക രീതിയിൽ ഇൻഡിവിജ്വൽസിനെയോ ബിസിനസ്സിനെയോ ഗവൺമെൻറ്റിനെയോ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് എന്ത് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. And next is, here the securities are sold for the first time, hence it is called new issue market. ഓൾറെഡി നമ്മൾ പറഞ്ഞു പുതുതായിട്ട് ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് ആണ് ഇവിടെ ഇഷ്യൂ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ട്രേഡിംഗ് ആണ് പ്രൈമറി മാർക്കറ്റിൽ നടക്കുന്നത്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അഥവാ NIM. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് primary issues are used by companies in the form of initial public offering for the purpose of setting up of new business or for expanding the existing business. അതായത് ഈ പ്രൈമറി ഇഷ്യൂസ് എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനി യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒന്നല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, അഥവാ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലൂടെയാണ് എന്ത് ചെയ്യുന്നത് പ്രൈമറി ഇഷ്യൂസ് നടത്തുന്നത്. എന്താണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്? ആദ്യമായിട്ട് ഒരു പ്രൈവറ്റ് കമ്പനി ജനറൽ പബ്ലിക്കിന് അവരുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുക, അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ജനറൽ പബ്ലിക്കിന് ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ ഷെയർസ് അല്ലെങ്കിൽ സ്റ്റോക്കോ മറ്റ് സെക്യൂരിറ്റീസോ ഇഷ്യൂ ചെയ്യുക, ആ പർപ്പസിനെയാണ് അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ ബിസിനസ്സിന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതുതായിട്ടൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള കാര്യങ്ങൾ നേടിയെടുക്കുക, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ത് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് മനസ്സിലാക്കും എന്താണ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓർ ട്രേഡിംഗ് ഓഫ് സെക്യൂരിറ്റി, എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ആണ് എവിടെ നടക്കുന്നത്? സെക്കൻഡറി മാർക്കറ്റിനകത്ത് നടക്കുന്നത്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോവാം. It allows the investors to buy and sell the existing securities. നിലവിലുള്ള സെക്യൂരിറ്റീസ്, പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് അല്ല, ഓൾറെഡി മുൻപേ ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് അല്ലെങ്കിൽ അഥവാ അതിൻ്റെ ട്രേഡിംഗ് നടത്തുന്നതാണ് എന്തെന്ന് പറയുന്നത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി ട്രാൻസാക്ഷൻ എക്സിസ്റ്റ് എമംഗ് ദ ഇൻവെസ്റ്റേഴ്സ് തമ്മിൽ സെക്കൻഡറി ട്രാൻസാക്ഷൻസ് ആയിരിക്കും നടക്കുന്നത്. അതായത് ഓൾറെഡി ഞാൻ പർച്ചേസ് ചെയ്ത ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഷെയർ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നു, അത് വാങ്ങിക്കാൻ വേറൊരാൾ വരുന്നു. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള സെക്കൻഡറി ട്രാൻസാക്ഷൻസ് ആണ് എവിടെ നടക്കുന്നത്? സെക്കൻഡറി മാർക്കറ്റിനകത്ത് നടക്കുന്നത്. ഓക്കെ, so let us discuss what is the importance of secondary market or why secondary market. So actually the need of secondary market is to help the investors to sell the securities to other investors who needs the same, and for that the investors receives cash. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇൻവെസ്റ്റേഴ്സ് സെക്യൂരിറ്റീസ് മറ്റ് ഇൻവെസ്റ്റേഴ്സിന് സെല്ല് ചെയ്യും, അതിന് റിട്ടേൺ ആയിട്ട് അവരിൽ നിന്ന് ആർക്ക് ഇൻവെസ്റ്റേഴ്സിന് ക്യാഷ് റിസീവ് ചെയ്യും. അതാണ് സെക്കൻഡറി മാർക്കറ്റിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മളുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് നമ്മൾ വേറെ ഇൻവെസ്റ്റേഴ്സിന് വിൽക്കുന്നു, അപ്പോൾ റിട്ടേൺ ആ സെക്യൂരിറ്റീനൊരു കൺസിഡറേഷൻ എന്നുള്ള രീതിയിൽ ക്യാഷ് റിസീവ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്കൻഡറി മാർക്കറ്റ് ആണ്. ബേസിക്കലി മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റോക്ക് മാർക്കറ്റ്, സെക്കൻഡ് ഈസ് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്, ആൻഡ് തേർഡ് വൺ ഈസ് ബോണ്ട് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ 3 ക്ലാസിഫിക്കേഷൻസ് ആണ്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് നോക്കാം. So it allows the investors to buy and sell shares in publicly traded companies. Publicly traded companies എന്ന് പറയുന്നതും publicly listed company എന്ന് പറയുന്നതും publicly held company, public company or public limited company എന്നൊക്കെ പറയുന്നതൊക്കെ സെയിം തന്നെയാണ്. അതിന് എക്സാമ്പിളായിട്ട് വരണമെങ്കിൽ നമുക്ക് ഗൂഗിൾ, ആപ്പിൾ പോലെയുള്ള കമ്പനീസിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ദീസ് ആർ കോർപ്പറേഷൻസ് ദാറ്റ് ഹാവ് സോൾഡ് ദെയർ ഷെയർസ് ഓൺ എ പബ്ലിക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ ആൻ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ടു ദ ജനറൽ പബ്ലിക്. ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലൂടെ അവരുടെ ഷെയർസ് പബ്ലിക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് സോൾഡ് ഔട്ട് ചെയ്തിട്ടുള്ള കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പബ്ലിക്ലി ട്രേഡഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് അലൗസ് എനി വൺ ടു പർച്ചേസ് ഓർ സെൽ ദ ഓണർഷിപ്പ് ഓഫ് ഷെയർസ് ഓഫ് ദ കമ്പനി. അവർ ഓൾറെഡി പർച്ചേസ് ചെയ്ത ഷെയർസ് ആണെങ്കിൽ അത് വിൽക്കുന്നതിലൂടെയും അതുപോലെ അവരുടെ ഷെയർസ് വാങ്ങിക്കുന്നതിലൂടെയും ആ കമ്പനിയുടെ ഒരു ഓണർഷിപ്പിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ പർച്ചേസ് ചെയ്താൽ ഇറ്റ് മീൻസ് വി ബിക്കംസ് ദ ഓണേഴ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമ്പനി. അപ്പോൾ അങ്ങനെ ആർക്ക് വേണമെങ്കിലും അവരുടെ ഷെയർസ് വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ ഒരു
എന്താ പറയുക, പബ്ലിക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലൂടെയും മാർക്കറ്റ് ജനറൽ പബ്ലിക്കിന് അവർ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു എന്താ പറയുക, ഒരു ട്രേഡിംഗ് നടത്തുന്ന ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. And next point, it means any subsequent trading of stock securities occurs in the secondary market. അതായത് സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് സബ്സിക്വൻ്റ് ആയിട്ടുള്ള ട്രേഡിങ് സ്റ്റോക്കിൻ്റെയും മറ്റ് സെക്യൂരിറ്റീസിൻ്റെയും ഒക്കെ എവിടെയാണ് നടക്കുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിലാണ് നടത്തുന്നത്. ഓക്കെ, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് ഓർ OTC. OTC എന്ന് പറയുന്നത് ഓവർ ദ കൗണ്ടറിൻ്റെ ഷോർട്ട് ഫോം ആണ്, OTC മാർക്കറ്റ്. So let us see what is means. It also refers to as dealer market. Dealer market എന്നും നമ്മൾ എന്തിനെ വിളിക്കുന്നുണ്ട്? ഓവർ ദ കൗണ്ടർ മാർക്കറ്റിനെ പറയുന്നുണ്ട്. It handles the exchanging of public stock not listed in NASDAQ, NYSE and ASE. എന്താണ് NYSE? നാസ്ഡാക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് NYSE എന്ന് മീൻസ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ASE മീൻസ് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 3 സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 പ്ലേസിലും ലിസ്റ്റ് ഔട്ട് ചെയ്യാത്ത പബ്ലിക് സ്റ്റോക്കിൻ്റെ എക്സ്ചേഞ്ചിങ് ഡീൽ ചെയ്യുന്നതാണ് എവിടെ? ഓവർ ദ കൗണ്ടർ മാർക്കറ്റിനകത്ത്. And next is companies with stock trading in OTC market are usually small organization that require less regulation and less expensive in trading. അതായത് ഓവർ ദ കൗണ്ടർ മാർക്കറ്റിൽ വരുന്ന കമ്പനീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സ്മോൾ കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സ്മോൾ കമ്പനീസ് ആയിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം റെഗുലേഷൻസ് അവരായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റെഗുലേഷൻസും എക്സ്പെൻസും കോസ്റ്റും ഒക്കെ കുറവായിരിക്കും, ട്രേഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അത്തരത്തിലുള്ള കമ്പനീസ് ആയിരിക്കും നമുക്ക് ഇവിടെ കൂടുതലും കാണാൻ പറ്റുക, ഓവർ ദ കൗണ്ടർ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. Third one is bond market. എന്താണ് ബോണ്ട് മാർക്കറ്റ്? ബോണ്ട് മീൻസ് ഇറ്റ് ഈസ് എ സെക്യൂരിറ്റി ഇൻ വിച്ച് ആൻ ഇൻവെസ്റ്റർ ലോൺസ് മണി ഫോർ എ ഡിഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം അറ്റ് എ പ്രീ എസ്റ്റാബ്ലിഷ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഒരു മുന്നേ കൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു ഡിഫൈൻഡ് പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് സെക്യൂരിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ബോണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ് ഫിനാൻസ് ത്രൂ ദ ഇഷ്യൂ ഓഫ് ബോണ്ട്സ്. അതായത് ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് വഴി ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ കോർപ്പറേഷൻസ്, മുനിസിപ്പാലിറ്റീസ്, സ്റ്റേറ്റ്സ് ആൻഡ് ഗവൺമെൻറ് ഓൾ ഓവർ ദ വേൾഡ്. വേൾഡ് വൈഡ് ഉള്ള കോർപ്പറേഷൻസ് ആവട്ടെ, മുനിസിപ്പാലിറ്റീസ് ആവട്ടെ, സ്റ്റേറ്റ് ആവട്ടെ, ഗവൺമെൻറ് ആവട്ടെ, ഇതൊക്കെയാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ആസ് ഡെപ്റ്റ്, ക്രെഡിറ്റ് ഓർ ഫിക്സഡ് ഇൻകം മാർക്കറ്റ്. ബോണ്ട് മാർക്കറ്റിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡെപ്റ്റ് മാർക്കറ്റ് എന്ന് വിളിക്കാം, ക്രെഡിറ്റ് മാർക്കറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം മാർക്കറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. സോഫാർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് പുതുതായിട്ട് ഇഷ്യൂ ചെയ്ത ഷെയർസ് വിൽക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ട്രേഡിംഗ് നൽകപ്പെടുന്ന സ്ഥലമാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ ട്രേഡിംഗ് നടക്കുന്നതാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സ്റ്റോക്ക് മാർക്കറ്റ്, ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് ആൻഡ് ബോണ്ട് മാർക്കറ്റ്. Okay, moving on to the second type of a financial market, and that is money market. ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇതിൻ്റെ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പോർഷൻ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് പഠിക്കുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഇസ് മണി മാർക്കറ്റ്. എന്താണ് മണി മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് നോർമലി അപ് ടു 1 year. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മൾ പറഞ്ഞു ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. വേഴ്സ് മണി മാർക്കറ്റ് മീൻസ് ഇറ്റ് ഈസ് used to raise the short term funds. ഷോർട്ട് ടേം ഫണ്ട്സ് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മണി മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മണി മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ക്രെഡിറ്റ് മാർക്കറ്റ്. ഷോർട്ട് പീരീഡിലേക്കുള്ള ലെസ് ദാൻ 1 year വരുന്ന ഒരു ക്രെഡിറ്റ് മാർക്കറ്റാണ് എന്തെന്ന് പറയുന്നത്? മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് റിലേറ്റീവ്ലി ലിക്വിഡ് ആൻഡ് ക്വിക്ക്ലി മാർക്കറ്റബിൾ അസറ്റ്സ്. അതായത് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്വിക്ക്ലി മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ് ആണ് എവിടെ ഡീൽ ചെയ്യുന്നത്? മണി മാർക്കറ്റിനകത്ത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡെഫിനിഷൻ RBI കൊടുത്തിട്ടുള്ളൊരു ഡെഫിനിഷൻ നോക്കാം മണി മാർക്കറ്റിനെ പറ്റി. ദ സെൻറ്റർ ഫോർ ഡീലിങ്സ് മെയിൻലി ഓഫ് എ ഷോർട്ട് ടൈം ക്യാരക്ടർ ഇൻ മോണിറ്ററി അസറ്റ്സ്. അതായത് മോണിറ്ററി വാല്യൂ ഉള്ള ഷോർട്ട് ടേം ക്യാരക്ടറിലുള്ള
സെക്യൂരിറ്റീസിൻ്റെ അല്ലെങ്കിൽ അസറ്റ്സിൻ്റെ ഒരു ഡീലിങ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക, മണി മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുക. ഇറ്റ് മീറ്റ്സ് ദ ഷോർട്ട് ടൈം റിക്വയർമെൻറ്റ്സ് ഓഫ് ബോറോവേഴ്സ് ആൻഡ് പ്രൊവൈഡ് ലിക്വിഡിറ്റി ഓർ ക്യാഷ് ടു ദ ലെൻഡേഴ്സ്. അതായത് എന്താ, നമ്മുടെ ബോറോവേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ് ആവാം, ഗവൺമെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ സ്മോൾ കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻസ് ആവാം. അവരുടെയൊക്കെ ഷോർട്ട് ടൈം റിക്വയർമെൻറ്റിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാഷ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റാണ് എന്തെന്ന് പറയുന്നത്, മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മാർക്കറ്റാണ് ഡെറിവേറ്റീവ്സ് മാർക്കറ്റ്. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ തേർഡ് ക്ലാസിഫിക്കേഷൻ ഡെറിവേറ്റീവ്സ് മാർക്കറ്റ്. അപ്പോൾ എന്താണ് ഡെറിവേറ്റീവ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട് കൈൻഡ് ഓഫ് ഇതാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. So it trades securities that drive its value from its underlying assets. അതായത് ഇവിടെ ഒരു തരത്തിലുള്ള സെക്യൂരിറ്റീസിൻ്റെ ട്രേഡിംഗ് ആണ് നടത്തുന്നത്. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ വാല്യൂ അണ്ടർലൈങ് അസറ്റ്സിൽ കൂടെ. എന്താണ് അണ്ടർലൈങ് അസറ്റ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്റ്റോക്സ് ആവാം, അല്ലെങ്കിൽ ഗ്യാസ്, പെട്രോൾ, സിൽവർ, അങ്ങനെ എന്താ പറയുക ഗോൾഡ്, അങ്ങനെയുള്ള അസറ്റ്സ് ഒക്കെ ആവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മോഡിറ്റീസ് ഒക്കെ ആവാം. ഇതിനൊക്കെയാണ് നമ്മൾ അണ്ടർലൈങ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അസറ്റ്സിലൂടെ വാല്യൂ ഡിറൈവ് ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ ട്രേഡിംഗ് ആണ് എവിടെ നടക്കുന്നത്, ഡെറിവേറ്റീവ് മാർക്കറ്റിനകത്ത് നടക്കുന്നുണ്ട്. The value of the derivative contract is determined by the market price of the underlying item. നമ്മൾ ഏത് അസറ്റിനെയാണോ ഏത് അസറ്റിനെ ബേസ് ചെയ്തിട്ടാണോ അവിടെ ട്രേഡിംഗ് നടക്കുന്നത്, ആ അസറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസിൻ്റെ ബേസിസിലാണ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ വാല്യൂവിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ട്രേഡിങ്ങിൻ്റെ വാല്യൂവിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് the trade derivatives include forward contract. എന്താണ് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ലൈക്ക് എ കസ്റ്റമൈസ്ഡ് കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് ടു ബൈ ഓർ സെൽ ആൻ അസറ്റ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. അതായത് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എൻ എഗ്രിമെൻറ്റ്, ഒരു കോൺട്രാക്ട് പോലെയാണ്, ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണ്. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ രണ്ട് കമ്പനീസ് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോൺട്രാക്ട് എന്ന് പറയുന്നത്? ടു ബൈ ഓർ സെൽ ആൻ അസറ്റ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു സ്പെസിഫൈഡ് പ്രൈസിന് ആ അസറ്റ് വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് എന്ത്, ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. എന്താണ് ഈ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്? ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതും ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് കോൺട്രാക്ട്. ഡെറിവേറ്റീവ് മാർക്കറ്റിലെല്ലാം കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതും കോൺട്രാക്റ്റ് ആണ്. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് അസറ്റ്. അസറ്റ് എന്ന് പറയുന്നത് വേണമെങ്കിൽ കമ്മോഡിറ്റീസ് ആവാം, അല്ലെങ്കിൽ ഷെയർസ് ആവാം. ബോട്ട് ഇറ്റ് ഇൻ എഗ്രീഡ് പ്രൈസ് ബട്ട് ഡെലിവേർഡ് ആൻഡ് പെയ്ഡ് ഫോർ ലേറ്റർ. അതായത് ഒരു എഗ്രീഡ് പ്രൈസിന് നമ്മളത് വാങ്ങിക്കും, പക്ഷെ അതിൻ്റെ ഡെലിവറിയും അതുപോലെ തന്നെ പേയ്മെൻറ്റും ഒക്കെ പിന്നീട് ഒരു ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്മോഡിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഷെയർസിൻ്റെ അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. വേറെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റൈറ്റ് ബട്ട് നോട്ട് എൻ ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ സ്റ്റോക്ക് അറ്റ് എൻ എഗ്രീഡ് പ്രൈസ് ആൻഡ് ഡേറ്റ്. അതായത് അവിടെ ഒരു ആക്ച്വലി ഒരു റൈറ്റാണ് പറയുന്നത്, ഒരു അവകാശത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് പക്ഷെ അവിടെ ഒരു ഒബ്ലിഗേഷൻ ഇല്ല. അത് എന്താ പറയുക, വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നുള്ളതൊരു നിയമപരമായിട്ടുള്ളൊരു കാര്യമായിട്ട്, അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിട്ട് ഇവിടെ പറയുന്നില്ല. ഒരു എഗ്രീഡ് പ്രൈസിന് അത് എടുക്കാനും അതുപോലെ തന്നെ അത് വിൽക്കാനും ഒക്കെയുള്ള റൈറ്റൊക്കെ ഉണ്ട്, പക്ഷെ അതൊരു ഒബ്ലിഗേറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി അല്ല. രണ്ട് രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് ഒരു പുട്ട് ഓപ്ഷൻ ഓർ കോൾ ഓപ്ഷൻ. അതായത് ഒരു ബെറ്റ് ലൈക്ക് കോൺട്രാക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇപ്പോൾ പുട്ട് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ ബെറ്റ് ദാറ്റ് ഈസ് സ്റ്റോക്ക് വിൽ ഫോൾ. സ്റ്റോക്കിൻ്റെ പ്രൈസ് ഫോൾ ചെയ്യും എന്ന് പറയുന്നതാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. വേറെ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ബെറ്റ് ദാറ്റ് എ സ്റ്റോക്ക് വിൽ റൈസ്. സ്റ്റോക്കിൻ്റെ പ്രൈസ് റൈസ് ചെയ്യും എന്ന് പറയുന്നതാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്വാപ്സ് ആൻഡ് കോൺട്രാക്ട് ഫോർ ഡിഫറൻസ്. ഇവിടെ സ്വാപ്സ് എന്ന് പറയുന്നതും ഒരു കൈൻഡ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ്.
അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോസ് അഥവാ ലൈബിലിറ്റീസ് രണ്ട് പ്രത്യേകമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൽ നിന്ന്, അതായത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോസ് അല്ലെങ്കിൽ ലൈബിലിറ്റീസിൻ്റെ എക്സ്ചേഞ്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ് എന്തെന്ന് പറയുന്നത്, സ്വാപ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺട്രാക്ട് ഫോർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, next is derivatives are contracts which convey the right or obligation to buy or sell a specified asset at a specified price at a specified future date. മൂന്ന് കാര്യങ്ങളാണ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അസറ്റ് ഉണ്ടായിരിക്കും, സ്പെസിഫൈഡ് ആയിട്ടുള്ള പ്രൈസ് ഉണ്ടായിരിക്കും, ഒരു ഫ്യൂച്ചർ ഡേറ്റും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. ഈ മൂന്ന് കാര്യങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ട് എന്താ പറയുക, ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു റൈറ്റ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ കൺവേ ചെയ്യുന്ന കോൺട്രാക്ട്സ് ആണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഫോറെക്സ് മാർക്കറ്റ് അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ലെറ്റ് us see, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കറൻസി മാർക്കറ്റ്. കറൻസി മാർക്കറ്റ് എന്നും നമുക്ക് എന്തിനു വിളിക്കാം, ഫോറെക്സ് മാർക്കറ്റ് എന്ന് നമുക്ക് വിളിക്കാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ലിക്വിഡ് മാർക്കറ്റ് ഇൻ ദ വേൾഡ്. ഇപ്പം നമ്മൾ ക്ലാസിഫൈ ചെയ്ത ഓരോ മാർക്കറ്റിനെയും വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഫോറെക്സ് മാർക്കറ്റാണ് കുറച്ചും കൂടി ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ലിക്വിഡേറ്റ് ആവാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. So this market determines the exchange rate of every currencies. ഓരോ കറൻസിയുടെയും എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്, ഫോറെക്സ് മാർക്കറ്റ് ആണ്. It include all aspects of buying, selling and exchanging of currencies at current or determined prices. അതായത് എല്ലാ തരത്തിലുള്ള കറൻസീസിനെയും ബൈയിങ് ആവട്ടെ, സെല്ലിംഗ് ആവട്ടെ, എക്സ്ചേഞ്ചിങ് ആവട്ടെ ഇതിനകത്താണ് നടക്കുന്നത്. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കറണ്ട് ഓർ ഡിറ്റർമൈൻഡ് പ്രൈസസ്. ഇപ്പം നിലവിലുള്ള പ്രൈസിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ മുന്നേ അവർ ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ എന്തൊരു എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രൈസിലോ ഇതിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിങ്ങോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിങ് നടക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് സ്പോട്ട് ഓർ ക്യാഷ് മാർക്കറ്റ്. എന്താണെന്ന് നമുക്ക് നോക്കാം. It is a market for immediate settlement of transaction involving commodities and securities. അതായത് കമ്മോഡിറ്റീസിൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെയോ എന്താ പറയുക, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എവിടെയാണ് കാണാൻ പറ്റുക, സ്പോട്ട് ഓർ ക്യാഷ് മാർക്കറ്റിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് മണി ബിറ്റ്വീൻ ദ സെല്ലേഴ്സ് ആൻഡ് ദ ബയേഴ്സ് ടേക്ക് പ്ലേസ് ഇൻ ദ പ്രസൻറ്റ്. അതായത് ഈ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് എന്ത് നടക്കുന്നത്, ഗുഡ്സിൻ്റെ അഥവാ മണി എക്സ്ചേഞ്ചൊക്കെ നടത്തുന്നത്. അപ്പോൾ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നു, ഉടനടി അവിടെ എന്ത് കിട്ടുന്നു, അതിന് കൺസിഡറേഷനായിട്ട് ക്യാഷ് കിട്ടുന്നു. ഓക്കെ, ഓൺ ദ സ്പോട്ട് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് മണി അവിടെ നടക്കുന്നുണ്ട് ബിറ്റ്വീൻ ദ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ്. അതുകൊണ്ടാണ് അതിന് സ്പോട്ട് ഓർ ക്യാഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് പ്രൈസസ് ആർ സെറ്റിൽ ഇൻ ക്യാഷ് ഓൺ ദ സ്പോട്ട് അറ്റ് കറണ്ട് മാർക്കറ്റ് അവിടെ വെച്ച് തന്നെ പ്രൈസസ് സെറ്റിൽ ചെയ്യുന്നു, ക്യാഷിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് NSE അഥവാ നാസ്ഡാക്ക് എന്നൊക്കെ പറയുന്നത്. Next classification is interbank market. Now, interbank market, it is the financial system and trading of currencies among markets and financial institutions, excluding retail investors and small trading parties. അതായത് അതൊരു ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. ഇന്റർബാങ്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. അവിടെ എന്താണ് നടക്കുന്നത്, ട്രേഡിംഗ് ഓഫ് കറൻസീസ് ആണ് നടത്തുന്നത്. അതായത് ബാങ്ക്സും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഒരു കറൻസീസിൻ്റെ ട്രേഡിംഗ് ആണ് നടത്തുന്നത്. അത്തരത്തിലുള്ള ഒരു മാർക്കറ്റാണ് ഇന്റർബാങ്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആരാണ് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ ചെറിയ തരത്തിലുള്ള ട്രേഡിംഗ് കൺസേൺസ് അല്ലെങ്കിൽ ട്രേഡിംഗ് പാർട്ടീസൊക്കെയാണ് അവിടെ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ അവരൊഴികെയുള്ള മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്ക്സും തമ്മിൽ കറൻസീസിൻ്റെ ട്രേഡിംഗ് നടത്തുന്ന ഒരു മാർക്കറ്റാണ്, അല്ലെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് എന്ത്, ഇന്റർബാങ്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. Some interbank trading is performed by banks on behalf of large customers. അതായത് ചില കസ്റ്റമേഴ്സിന് ബിഹാഫിൽ ബാങ്ക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർബാങ്ക് ട്രേഡിങ് പെർഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ഇക്വിറ്റി മാർക്കറ്റ്. എന്താണ് ഇക്വിറ്റി മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മാർക്കറ്റ് ഇൻ വിച്ച് ഷെയർസ് ആർ ഇഷ്യൂഡ് ആൻഡ് ട്രേഡഡ് എയ്തർ ത്രൂ എക്സ്ചേഞ്ച് ഓർ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയോ അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ മാർക്കറ്റിലൂടെയോ ഷെയർസിൻ്റെ ട്രേഡിംഗ് നടത്തുന്ന ഒരു മാർക്കറ്റാണ് എന്ത്, ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം എന്താണ്, ഇറ്റ്സ് എ വാല്യൂ ഓഫ് ഷെയർസ് വിച്ച് ഈസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി. ഒരു കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസിൻ്റെ വാല്യൂ ആണ് ഇക്വിറ്റി എന്ന് പറയുന്നത്.
ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ക്രെഡിറ്റ് മാർക്കറ്റ്. എന്താണ് ക്രെഡിറ്റ് മാർക്കറ്റ്? മാർക്കറ്റ് പ്ലേസ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആൻഡ് ഷോർട്ട് ടേം കൊമേഴ്ഷ്യൽ പേപ്പർ. ഓക്കെ, സോ അപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ CPSൻ്റെ അഥവാ ഡെപ്റ്റ് സെക്യൂരിറ്റീസിൻ്റെ ഒക്കെ എക്സ്ചേഞ്ച് നടക്കുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് എന്ത് ക്രെഡിറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. Companies and the government are able to raise funds by allowing investors to purchase these debt securities. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഈ സെക്യൂരിറ്റീസ് സബ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കമ്പനീസിനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ് ഒരു കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ബേസിസിൽ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റ്സിനെയും കമ്പനീസിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. Next classification is commodity market. That is the last classification of financial market is commodity market. എന്താണ് commodity market നോക്കാം. It is a physical or virtual marketplace for buying and selling and trading of raw or primary product. അതായത് കമ്മോഡിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ പലതരത്തിലുള്ള കമ്മോഡിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു വെർച്വൽ അല്ലെങ്കിൽ ഫിസിക്കൽ മാർക്കറ്റ് പ്ലേസ് ആണ് എന്തെന്ന് പറയുന്നത് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് നടക്കുന്നത്? പ്രൈമറി പ്രോഡക്ട്സിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിങ് അഥവാ ട്രേഡിംഗ് നടക്കുന്ന ഇടമാണ് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഹാർഡ് കമ്മോഡിറ്റി ആൻഡ് സോഫ്റ്റ് കമ്മോഡിറ്റി. എന്താണ് ഹാർഡ് കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ? ഹാർഡ് കമ്മോഡിറ്റി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മൈനിങ് ആക്ടിവിറ്റിയിലൂടെയൊക്കെ എടുക്കുന്ന കമ്മോഡിറ്റീസാണ് ഹാർഡ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഗോൾഡ്, ഓയിൽ അങ്ങനെയൊക്കെയല്ലേ. That is natural resources that must be mined or extracted. Whereas soft commodity എന്ന് പറയുമ്പോൾ it is kind of agricultural products അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അതിനെയാണ് സോഫ്റ്റ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് കോൺ, വീറ്റ്, കോഫി, ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഫ്റ്റ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി കമ്മോഡിറ്റി മാർക്കറ്റിൽ രണ്ട് തരത്തിലുള്ള കമ്മോഡിറ്റീസാണ് വരിക, ഹാർഡ് കമ്മോഡിറ്റീസ് ആൻഡ് സോഫ്റ്റ് കമ്മോഡിറ്റീസ്. അപ്പോൾ അതിനെ ഒരു ഫിസിക്കൽ മാർക്കറ്റ് പ്ലേസിൽ അഥവാ വെർച്വൽ മാർക്കറ്റ് പ്ലേസിൽ ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്നതാണ് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് വോട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് കമ്പോണൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇവിടെ അവസാനിക്കാം. ഓക്കെ, താങ്ക് യു.